നിമിഷപ്രിയയ്ക്ക് മാപ്പില്ല എന്ന് പറഞ്ഞ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി രംഗത്ത് വന്നിരിക്കുന്നു. വധശിക്ഷ മാറ്റിവെക്കുന്നത് തങ്ങൾ പ്രതീക്ഷിച്ചില്ല, വധശിക്ഷ ലഭിക്കുന്നതുവരെ കേസിൽ നിന്ന് പിന്മാറില്ല, സത്യം മറക്കില്ലെന്നും എത്ര കാലം വൈകിയാലും കുറ്റകൃത്യത്തിന് ശിക്ഷ നടപ്പിലാക്കുമെന്നുമാണ് അബ്ദുൽ ഫത്താഹ് മഹദി പറഞ്ഞത്. BBC അറബിക്കിന് നൽകിയ അഭിമുഖത്തിന് പിന്നാലെ ഇതേ കാര്യങ്ങൾ തലാലിന്റെ സഹോദരൻ സാമൂഹിക മാധ്യമത്തിലും ആവർത്തിക്കുകയും ചെയ്തു. മധ്യസ്ഥ ശ്രമങ്ങളെ സംബന്ധിച്ച് ഇന്ന് കേട്ടതൊന്നും പുതിയതോ ആശ്ചര്യകരമായ ഒന്നുമല്ലെന്നും വർഷങ്ങൾ കുറേയായി മധ്യസ്ഥ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ഈ സമ്മർദ്ദങ്ങൾ തങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങളുടെ ആവശ്യം വ്യക്തമാണ്, ഇപ്പോൾ നിർഭാഗ്യവശാൽ മാത്രമാണ് വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. എന്നാലും അനുരഞ്ജന ചർച്ചകൾക്ക് പൂർണ്ണമായും വിസമ്മതം അറിയിച്ചിരിക്കുകയാണ് തലാലിന്റെ കുടുംബം. ഈ ഘട്ടത്തിൽ ഉൾപ്പെടെ നിമിഷപ്രിയയുടെ വിഷയം നമ്മൾ എന്നു മുതലാണ് സംസാരിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ന്യൂസ് ചാനലുകൾ എന്നു മുതലാണ് നിമിഷപ്രിയ വിഷയമാകുന്നത്, അന്നു മുതൽ ചോദിക്കുന്നതാണ് ഇത്ര ക്രൂരമായി ഒരാളെ കൊന്നു തള്ളിയ സ്ത്രീയെ നാം രക്ഷിക്കുന്നത് എന്തിനാണെന്ന്. ഈ നാട്ടിലാണെങ്കിലും വധശിക്ഷ തന്നെയല്ലേ ലഭിക്കൂ എന്ന്, ഇവിടെയൊക്കെ ആ നാട്ടിലെ നിയമത്തിന് വിട്ടുകൊടുക്കണമെന്നുമാണ് നിരവധി ആളുകൾ പറയുന്നത്. ആ വിഷയത്തിൽ നിങ്ങൾക്കൊരു മറുപടി നൽകേണ്ടതുണ്ട്. അതിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ. നേഴ്സായ നിമിഷപ്രിയ 2008 മുതൽ യമനിൽ നേഴ്സായി ജോലി ചെയ്യുന്നുണ്ട്. കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ 2011 ഇവർ വിവാഹം കഴിക്കുന്നത്. 2012 നിമിഷപ്രിയ യമനിൽ നേഴ്സായി ജോലിക്ക് പോയി. ഒരു വർഷം നാട്ടിൽ നിന്നിട്ട് ഇരുവരും 2012 നിമിഷപ്രിയ യമനിലേക്ക് നേഴ്സായി ജോലിക്ക് പോയി. ടോമിയും കൂടെ പോകുന്നു. ഭർത്താവ് ടോമിക്ക് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ഒരു ക്ലിനിക്കിലും ജോലി നേടുന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകവെയാണ് യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ പരിചയപ്പെടുന്നത്. നിമിഷ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ നിരന്തരം വന്നാണ് ഇരുവരും തമ്മിൽ പരിചയപ്പെട്ടത്. ഇരുവരും ബിസിനസ് പാർട്ട്നേഴ്സായി ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുന്നു. നിമിഷയ്ക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു ക്ലിനിക്ക് എന്നത്. യമൻ പൗരന്റെ സഹായത്തോടെ മാത്രമാണ് ആ നാട്ടിൽ ക്ലിനിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനമോ തുടങ്ങാൻ സാധിക്കും. ഇതുകൊണ്ടാണ് മഹദിയെ ബിസിനസ് പാർട്ട്ണറാക്കാൻ നിമിഷ തീരുമാനിക്കുന്നത്. ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹദിക്ക് കൈമാറി. അങ്ങനെ ഇരുകൂട്ടരും പങ്കാളികളായി അൽ അമൻ എന്ന പേരിൽ ഒരു മെഡിക്കൽ ക്ലിനിക്ക് ആരംഭിക്കുന്നു. ഈ സമയത്ത് നിമിഷയ്ക്കും ടോമിക്കും ഒരു പെൺകുട്ടിയൊക്കെ ജനിക്കുന്നുണ്ട്. മിഷേൽ എന്ന പേരിട്ടിരിക്കുന്ന ഈ കുട്ടിയുടെ മാമോദിസ ചടങ്ങുകൾക്ക് മഹദിയും കേരളത്തിലെത്തുന്നുണ്ട്. അത്രയധികം അടുപ്പമുള്ള കുടുംബമായിരുന്നു മഹദിക്ക് നിമിഷപ്രിയയുമായി. പിന്നീട് കുടുംബം ഒന്നടങ്കം നാട്ടിലെത്തുന്നുണ്ട് ബിസിനസ്സിനായി കൂടുതൽ പണം കണ്ടെത്താൻ വേണ്ടി. ഒടുവിൽ ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. പിന്നീട് നാട്ടിൽ നിന്നും യമനിലേക്ക് തിരിച്ചു പോയത് നിമിഷ മാത്രമായിരുന്നു. ആദ്യം ഭാര്യ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി പുറകെ പോകാം എന്നായിരുന്നു ഭർത്താവ് ടോമി വിചാരിച്ചത്. എന്നാൽ യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ യാത്ര മുടങ്ങിപ്പോയി എന്നാണ് കുടുംബം നൽകുന്ന വിശദീകരണം. പിന്നീടാണ് കാര്യങ്ങളൊക്കെ മാറിമറിയുന്നത്. ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹദി നിമിഷപ്രിയയുടെ മുകളിലും ക്ലിനിക്കിലുമൊക്കെ കൂടുതൽ കൈകടത്തലുകൾ നടത്താൻ തുടങ്ങി. അന്യായമായി യമനിൽ വെച്ച് നിർബന്ധിച്ച നിമിഷയെ ഇസ്ലാമിക നിയമപ്രകാരം വിവാഹം കഴിച്ചു. ഉണ്ടായിരുന്ന സ്വർണം വിറ്റു. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ കൈക്കലാക്കി. ഈ വിഷയത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നിമിഷപ്രിയ നൽകുന്നുണ്ട് കോടതിക്ക് മുൻപിൽ. അതിങ്ങനെയാണ്: മഹദിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണെന്ന് പലരെയും അദ്ദേഹം വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും ഫോട്ടോയും ഉണ്ടാക്കി. 2015 നിമിഷപ്രിയ ഒരു മാസത്തെ അവധിക്കായി നാട്ടിലേക്ക് വന്നപ്പോൾ തലാലും കൂടെ വന്നിരുന്നു. സന്ദർശനത്തിനിടെ വീട്ടിൽ നിന്നും നിമിഷയുടെ വിവാഹ ഫോട്ടോ മോഷ്ടിക്കുകയും ഇതിൽ പിന്നീട് കൃത്രിമത്വം ചെയ്ത് തലാലുമായുള്ള വിവാഹ ഫോട്ടോയാക്കി മാറ്റുകയും ചെയ്തുവെന്നാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ പറയുന്നത്. നിമിഷയുടെ ക്ലിനിക്കിൽ സഹായിയായി ഹനാൻ എന്നൊരു യമനി പെൺകുട്ടിയും ഉണ്ടായിരുന്നു. നിമിഷയെപ്പോലെ തന്നെ ഈ യുവതിയെയും മഹദി ഉപദ്രവിച്ചിരുന്നു. ഈ സമയത്താണ് നിമിഷപ്രിയയുടെ സഹായി ഹനാൻ നിമിഷപ്രിയയുടെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ വീണ്ടെടുക്കാൻ മഹദിയെ ഉറക്കാമെന്നുള്ള ഉപായം പറഞ്ഞു കൊടുക്കുന്നത്. നേഴ്സായ നിമിഷപ്രിയയ്ക്ക് ഇത് വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒന്നായിരുന്നു. ഒടുവിൽ കെച്ചാമിൻ എന്ന മരുന്ന് മഹദിയിൽ കുത്തിവെക്കുന്നു. എന്നാൽ മരുന്നിന്റെ അളവ് കൂടിപ്പോയതോടുകൂടി ഈ തലാൽ എന്ന് പറയുന്ന യുവാവ് മരണപ്പെടുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഒടുക്കം തെളിവ് നശിപ്പിക്കാൻ ഈ യുവാവിന്റെ ശരീരഭാഗങ്ങൾ വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുന്നു. ഇതിനൊക്കെ ഹനാൻ എന്ന സഹായി നിമിഷയ്ക്കൊപ്പം നിന്നു. നിമിഷപ്രിയ പറയുന്നത് താൻ കൊല്ലണമെന്ന് വിചാരിച്ചല്ല, മറിച്ച് ആ നാട്ടിൽ നിന്നും ആ ക്രൂരതയിൽ നിന്നും രക്ഷപ്പെടാനായി ചെയ്തതാണ് എന്നാണ്. എന്തായാലും കൊല്ലാൻ ഒരു സഹായി ഉണ്ടായിരുന്നു. കൊന്ന് തെളിവ് നശിപ്പിച്ചു. തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത്. പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു.
ലൈംഗിക വൈകൃതങ്ങൾക്കിരയാക്കി. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് നിമിഷപ്രിയ ആവർത്തിക്കുന്നുണ്ട്. സനയിലെ ജയിലിൽ വാർഡനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് നിമിഷ തലാലിനെ മരുന്ന് കുത്തിവെച്ച് മയക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ആദ്യം കുത്തിവെച്ച മരുന്ന് ഫലപ്രദമായിരുന്നില്ല. തലാൽ മയക്കുമരുന്നിന് അടിമയായതിനാലാണ് നിമിഷ നൽകിയ മരുന്ന് ഫലിക്കാതിരുന്നത്. മയക്കാനായി വീണ്ടും മരുന്ന് കുത്തിവെച്ചതാണ് മരണത്തിലേക്ക് നയിച്ചത്. ഓവർഡോസ് ആണ് കാരണമെന്നാണ് ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജിയിലും പറയുന്നത്. മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് തലാലിന് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പോലീസിന്റെ പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ പോലീസ് മഹദിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിൽ ജലസംഭരണിയിൽ വെട്ടി നുറുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 2018 യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിക്കുന്നു. അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ 2020 ശരിവച്ചു. ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകി. പിന്നീടാണ് ഇതുവരെയുള്ള കാന്തപുരം വരെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ പ്രതിസന്ധികൾ ഏറെയുണ്ടെന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് വേണ്ടി യമനിൽ പ്രതിഷേധം ശക്തവുമാണ്. ഈ പശ്ചാത്തലത്തിൽ പരസ്യ പ്രതികരണമൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയമൊക്കെ. യമനിൽ കാര്യങ്ങൾ അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി ഇതൊന്നുമല്ല എന്നത് സത്യമാണ്. ഇത് ആശങ്കാജനകമാണ്. തലാലിൻ്റെ കുടുംബം അംഗീകരിച്ചില്ലെങ്കിൽ, ദയാധനം സ്വീകരിച്ചില്ലെങ്കിൽ ഏറ്റവും അടുത്ത നിമിഷം തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കും. എന്നാൽ എന്തിനാണ് ഈ സ്ത്രീയെ സംരക്ഷിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ഒന്നൊരു തൊഴിൽ സ്ഥലത്തെ ശാരീരികവും മാനസികമായ പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് നിമിഷപ്രിയ ശ്രമിച്ചത് എന്നത് യാഥാർത്ഥ്യമാണ്. പാസ്പോർട്ട് കൈവശപ്പെടുത്തുന്നതടക്കമുള്ള ലൈംഗിക വൈകൃതങ്ങൾ ചെയ്യുന്ന, തന്നെ അതിഭീകരമായി മർദ്ദിക്കുന്ന ക്രൂരതകളാണ് യമൻ പൗരന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിച്ച് ഒപ്പിടിവിച്ചു എന്നാണ് നിമിഷപ്രിയ ആവർത്തിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒന്നും ഓർത്തു നോക്കൂ. ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവരൊരു സഹായത്തോടെ ഒരാളെ കൊന്നിട്ടുണ്ട് എന്നതൊക്കെ സത്യമാണ്. പക്ഷേ അവർക്ക് കൃത്യമായ നീതി ഉറപ്പാക്കപ്പെടണമെങ്കിൽ കൃത്യമായ അന്വേഷണം ആവശ്യമുണ്ട്. യമൻ പൗരന്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള അന്വേഷണം ആവശ്യമുണ്ട്. വെട്ടൊന്ന് മുറി രണ്ട് എന്ന് വിചാരിക്കുന്ന ആ നാട്ടിലെ നിയമങ്ങൾ ഗോത്രീയമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടതില്ല. അതുകൊണ്ട് നിമിഷപ്രിയയുടെ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം കുറച്ചുകൂടി സുതാര്യമായ രീതിയിൽ നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട്. അതിന് ഒരു മാനസിക വശമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ. ഇനി മറ്റൊന്നാണ്, എല്ലാത്തിനേക്കാളും ഉപരിയായി അവർ അനുഭവിച്ചു പോകുന്ന ഒരു മാനസിക അന്തരീക്ഷമുണ്ട്. 2017 മുതൽ ഇത് 2025. ഇത്രയും വർഷമായി അവർ ജയിലിൽ കിടക്കുകയാണ്. അവർക്ക് കൊല്ലാനൊക്കെ ന്യായീകരണമുണ്ട്. നിരവധി ആളുകൾ പറയുന്നത് കേട്ട് കൃത്യമായി ആസൂത്രണം നടത്തി പ്ലാൻ ചെയ്ത് ഒരാളെ കൊന്നതാണ്, മൃതദേഹത്തിനോട് പോലും ആദരവില്ലാതെ അത് വെട്ടിനുറുക്കി ജലസംഭരണിയിൽ ഇട്ടു എന്നൊക്കെ ശരിയായിരിക്കാം. പക്ഷേ അതിനേക്കാളും ഉപരിയായി അവർ ഇത്രയും നാൾ അനുഭവിച്ചില്ലേ. അവർക്ക് ആ അർത്ഥത്തിലെങ്കിലും തലാലിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും കുറച്ചുകൂടി വിശാല മനസ്കതയോടെ ഒരു നീതി ലഭിച്ചാൽ അത് വലിയൊരു കാര്യമല്ലേ എന്നതാണ് രണ്ടാമത്തെ ഉത്തരം. എന്തായാലും ഒരു ക്രിമിനൽ ഒഫൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. നമ്മൾ ഒരാളെ രക്ഷിക്കണമെന്ന് ആവർത്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അയാൾ ചെയ്ത ക്രൈമിനെ നമ്മൾ അംഗീകരിക്കുന്നേയില്ല. അവർക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ സുതാര്യമായിരുന്നു അന്വേഷണം. തലാലിൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിമിഷപ്രിയ പറയുന്നത് പോലെ താൻ മയക്കുമരുന്ന് കുത്തിവെച്ച് തലാലിനെ ഉറക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ച് അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് തയ്യാറാക്കി എഴുതിയ ഒരു കള്ള കുറ്റപത്രത്തിൽ അവരെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിപ്പിക്കുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയണ്ടേ. അതുമാത്രമാണ് ഇവിടെ ഉത്തരമായി ബാക്കിയാവുന്നത്.